നമസ്കാരം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളൊക്കെ ഏറെയാണ്. നിലവറയിൽ അമൂല്യങ്ങളായ രത്നങ്ങളുടെ നിധിശേഖരമുണ്ട് എന്നത് മുതൽ ഘോര സർപ്പങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട് എന്നത് വരെയുള്ള പ്രചാരണങ്ങൾ ഇതിൽ ശക്തമാണ്. ഇതിനു പിന്നിലെ വസ്തുത എന്തെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് രാജകുടുംബാംഗമായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. 1.5 നൂറ്റാണ്ടിലേറെ തുറന്നിട്ടില്ലെന്ന് കരുതപ്പെടുന്ന നിലവറകളിൽ നിന്നും അമൂല്യ രത്നങ്ങളും സ്വർണം വെള്ളി ഉരുപ്പടികളുമൊക്കെ ഒരിക്കൽ കണ്ടെത്തിയിരുന്നു. ABCDEF എന്നിങ്ങനെ 6 നിലവറകളിലായിട്ടാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്തുള്ളത്. അതിൽ 5 നിലവറകളാണ് തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞത്. സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, സ്വർണ്ണ കിരീടങ്ങൾ എന്നിവയെല്ലാം ഈ നിലവറകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് തന്നെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണ രത്ന ശേഖരമാണ് ഈ നിലവറകളിൽ എന്ന് തന്നെയാണ് കരുതപ്പെട്ടിരുന്നത്. അതേസമയം ഇതിന്റെ പൂർണ്ണവും കൃത്യവുമായിട്ടുള്ള മൂല്യം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. 5 നിലവറകളുടെയും പൂട്ടും മറ്റും വളരെ ബുദ്ധിമുട്ടിയാണ് തുറന്നതും. ഇതിൽ നിലവറയിലായിരുന്നു ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടായിരുന്നത്. 4 അടി ഉയരവും 3 അടി വീതിയുമുള്ള മഹാവിഷ്ണുവിന്റെ സ്വർണ്ണ പ്രതിമ, 18 അടി നീളമുള്ള സ്വർണ്ണ നാണയങ്ങൾ കോർത്ത മാല, റോമൻ കാലത്തെയും മധ്യകാലത്തെയും സ്വർണ്ണ നാണയങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തിയ അമൂല്യ വസ്തുക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ കാലത്തും ബി നിലവറ തുറക്കുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബം വലിയ എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബി നിലവറ തുറക്കുന്നത് ആചാര ലംഘനമാണെന്നാണ് രാജകുടുംബം എന്നും അവകാശപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാജകുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 2011 ജൂലൈ 1 ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. ബി നിലവറയുടെ കനപ്പെട്ട വാതിലുകൾക്കും പൂട്ടുകൾക്കുമുള്ളിൽ എന്താണ് ഉള്ളത് എന്ന് ഇന്നും പുറം ലോകത്തിന് ഊഹാപോഹങ്ങൾ മാത്രമേയുള്ളൂ. ബി നിലവറക്ക് പാമ്പുകളും വവ്വാലുകളും അമാനുഷിക ശക്തികളുമൊക്കെ കാവലുണ്ടെന്ന കഥകൾ വരെ പ്രചരിച്ചിരുന്നു. നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കവും പുറം ലോകം കാണാത്ത സമ്പത്തുമൊക്കെ ചേർന്ന് കഥകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ചില ക്ഷേത്രം അധികാരികൾ ചേർന്ന് ഒരിക്കൽ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചെന്ന കഥയുമൊക്കെ പ്രചാരത്തിലുണ്ട്. ബി നിലവറ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് തിരയടിക്കുന്ന ശബ്ദം കേട്ടുവെന്നും ഇതോടെ ഭയന്ന ഇവർ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജീവനുമായി ഓടിയെന്നുമൊക്കെയാണ് കഥ. ചേര, പാണ്ഡ്യ, പല്ലവ, ചോള രാജവംശങ്ങളുടെയും തിരുവിതാംകൂർ രാജവംശത്തിന്റെയും കാലത്തുള്ള സംഭാവനകളും പല കാലത്തെ രാജവംശങ്ങൾ പിടിച്ചെടുത്ത സമ്പത്തും സാധാരണ ജനങ്ങളുടെ സമ്പാദ്യവും സംഭാവനയുമെല്ലാം ചേർന്നതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര സമ്പത്ത്. ഇപ്പോഴും ആ അമൂല്യ സമ്പത്ത് 6 നിലവറകളിൽ തന്നെ പുറത്തെടുക്കാനാവാത്ത വിധം കുരുക്കിൽപ്പെട്ട് ഇരിക്കുകയാണ്. ബി നിലവറയിൽ എന്താണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതേക്കുറിച്ചാണ് രാജകുടുംബാംഗം പറഞ്ഞിട്ടുള്ളത്. ബി നിലവറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ എന്റെ അറിവിൽ ഇതുവരെ തുറന്നിട്ടില്ല എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അതിന്റെ മുമ്പിൽ ഇരുമ്പഴിയിട്ട നീളമുള്ള വരാന്ത മുറിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ മുറി പല പ്രാവശ്യം തുറന്നിട്ടുണ്ട്. അതിന്റെ ഒരു വശത്താണ് ബി കല്ലറയുടെ വാതിൽ. പ്രചരിക്കുന്നത് പോലെ ആ വാതിലിന് വലിയ വലുപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഒന്നുമില്ല. 2011 കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച അഷ്ടമംഗല പ്രശ്നം വച്ചപ്പോൾ ദൈവജ്ഞന്മാർ വളരെ ശക്തമായി പറഞ്ഞു ബി കല്ലറ തുറക്കാൻ പാടില്ല എന്ന്. അവിടെ മുനിമാരും ദേവന്മാരും ശ്രീ പത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ്. ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിന്റെ ശക്തിപ്രവാഹം മൂലബിംബത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതിന് കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാർ ഇന്നില്ല. യക്ഷിയമ്മ അവിടെ തപസ്സിരിക്കുന്നു എന്നൊരു മറ്റൊരു വിശ്വാസമുണ്ട്. ഏറ്റവും ശക്തമായ മറ്റൊന്ന് തെക്കേടത്ത് നരസിംഹസ്വാമിയുടെ സാന്നിധ്യമാണ്. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ബി കല്ലറ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാം സത്യമായിരിക്കാം. നന്ദി.